കാശ്മീരിൽ വലിയ സംഘർഷങ്ങളാണ് കുറച്ച് നാളുകളായി നടന്നു വരുന്നത്. അതിനിടയിലാണ് പെഹൽഗാം പോലീസ് കേരളത്തിലെത്തി കോഴിക്കോട് നിന്നും ഒരു അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ ഫലമായാണ് അറസ്റ്റ്. അങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഏത് സ്ഥലത്തൊളിച്ചാലും ഇനിയുള്ള കാലത്ത് പിടിക്കപ്പെടുക തന്നെ ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും ഈ കേസ് തന്നെ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. കാശ്മീരിൽ പൊതുവെ മഞ്ഞാണല്ലോ, ആ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു. പഹൽഗാമിലെ 2023 നടന്നൊരു കേസാണ്. ഇങ്ങനെ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും എല്ലാം കൂടെ ചേർന്ന് പോയൊരു ടൂറ് പഹൽഗാം. ധാരാളമായിട്ട് ആളുകൾ പോകുന്ന സമയം. മനോഹരമായിട്ടുള്ള ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്കറിയാം ധാരാളമായിട്ട് മദ്രസകളിലുമൊക്കെ ഈ ബലാത്സംഗങ്ങൾ, കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലരും അധ്യാപകരൊക്കെ അറസ്റ്റായത് ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് മദ്രസയ്ക്കും വേണ്ടിയൊക്കെ വാദിക്കുന്നവർ തന്നെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്. തീർച്ചയായിട്ടും അതൊരു ക്രമസമാധാന പ്രശ്നമായതുകൊണ്ട് പോലീസ് നടപടിയെടുക്കും. പക്ഷേ പോലീസിൻ്റെ നടപടി ഇക്കാര്യത്തിൽ ജാഗരൂകതയോടെയുള്ളതല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അത് ഹേർട്ട് ചെയ്യുമോ, മുറിവേൽപ്പിക്കുമോ എന്നുള്ളൊരു വിചാരമാണ് അവർക്കുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇടപെടാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ഈ മദ്രസകൾ തന്നെ നമുക്കെന്തിനാണ് ഈ വന്ന കാലത്ത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതാണല്ലോ അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ അലിഗഡ് പ്രസ്ഥാനം വരുന്നതിൽ പിന്നെ നമുക്ക് ഈ മദ്രസകളെന്ന് പറയുന്ന മതവിദ്യാഭ്യാസത്തിന് വേറെ സ്ഥാപനങ്ങൾ ആവശ്യമില്ല. പ്രായപൂർത്തി കഴിയുന്ന ആൾക്കാർക്ക് മതഗ്രന്ഥങ്ങൾ വായിക്കാം, അവരുടേതായിട്ടുള്ള യുക്തിസഹമായ തീരുമാനങ്ങൾ. അല്ലാതെ നമ്മൾ ഈ പഠിപ്പിക്കുന്നതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളും മിത്തുകളും ഒക്കെയാണ്. ഏത് മതസ്ഥാപനമായാലും ശരി, ഉറയ്ക്കാത്ത മനസ്സുകളിലേക്ക് നമ്മളത് കോരിയിടുന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു സ്രോതസ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം നമ്മളൊരു കാഫിറിനെ കൊന്നുകഴിഞ്ഞാൽ നമ്മൾ വീരസ്വർഗത്തിലേക്ക് പോകുമെന്നൊരു സന്ദേശം മസ്തിഷ്കം വളർന്നു വരുന്നതിന് മുമ്പ് അതിലേക്ക് കോരിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി അതിൻ്റെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അത് ശരിയാണെന്ന് ചിന്തിക്കുകയും ഭാവിയിൽ താൻ ചെയ്യുന്നത് പുണ്യമാണെന്ന് വിചാരിച്ചൊരു മഹാകൊലപാതക പരമ്പരയ്ക്ക് തന്നെ തുടക്കമിടുകയും ചെയ്യൂ എന്നുള്ളത് തീർച്ചയായിട്ടും മതപണ്ഡിതന്മാർ, തീർച്ചയായിട്ടും മൗലവിമാർ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ട കാര്യമാണ്. അത് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു പരിഷ്കരണവും നവോത്ഥാന പ്രസ്ഥാനവുമാണ്. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വരെ ദുഃഖകരമായ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത്, ഒന്നാമത് ഈ പുറത്തു നിന്നുള്ള പ്രീണനം, പിന്നെ അകത്തു നിന്നുള്ള ഭയം, ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. കൂട്ടുകാരോടൊപ്പം അവിടെ പോയി കഴിഞ്ഞപ്പോൾ, പഹൽഗാമിൽ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ സുഹൃത്തായ ആളിൻ്റെ 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ, പോക്സോ കേസാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ അയാൾ ഈ പഹൽഗാമിൻ്റെ മലയടിവാരങ്ങളിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്തു. ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉള്ള ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ തോന്നാത്ത പ്രവൃത്തി. 2 കാരണം. ഒന്ന്, കൂട്ടുകാരൻ്റെ മകൾ. 2, 13 വയസ്സ് മാത്രം പ്രായമുള്ള പഹൽഗാമിലെ ചിത്രശലഭങ്ങളെ പോലെ തുള്ളിക്കളിക്കുന്ന ഒന്ന്. മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്, മനുഷ്യബാഹ്യമായിട്ടുള്ള ഒരു കാര്യം. അതായത് പഹൽഗാം എന്ന് പറയുന്നത് പ്രകൃതിയുടെ മടിത്തട്ടാണ്. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, സ്വിറ്റ്സർലൻഡിനെ വെല്ലുന്ന പ്രകൃതി ഭംഗികളോട് കൂടിയ സ്ഥലം. അവിടെ ഇങ്ങനെയുള്ള മൃഗീയമായിട്ടുള്ള ചേതോ വികാരങ്ങൾക്ക് സാധാരണ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും അടിമയാവുകയില്ല. ഒന്നുകിൽ ലഹരിക്ക് വിധേയനായി, അല്ലെങ്കിൽ മതലഹരിക്കോ വിധേയനായിട്ടുള്ള അബ്നോർമൽ കണ്ടീഷൻസിലുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു അബ്നോർമലായിട്ടുള്ള പ്രകൃതി വിരുദ്ധ സ്വഭാവക്കാരൻ്റെ ദുഷ്ടചെയ്തിയാണ്. നിർഭാഗ്യവശാൽ ആ പ്രകൃതി വിരുദ്ധ ചെയ്തയാൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളതാണ്. ഭാർഗവാസ്ത്രത്തിന് ഏത് പേര് കൊടുത്തോ, ഏത് നാട് ജനിച്ചു, ആ നാട്ടിൽ നിന്നുള്ള ആളാണ്. ആ നാട്ടിലെ വടകര എന്ന് പറയുന്ന സ്ഥലത്തെ കോട്ടയ്ക്കലിലെ അഷ്റഫ് എന്ന് പറയുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം. കാശ്മീരിൽ പോയിട്ട് ഈ അധ്യാപകൻ്റെ മകളെ ഇങ്ങനെ ഒരു ചതി ചെയ്തത് കേസായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ദുർബലമായ കേസാണ്. അന്ന് ഭീകരന്മാർ കൊടികുത്തി വാഴുന്ന കാലമൊക്കെ. അപ്പോൾ ഈ കേസുകളൊന്നും വളരെ കാര്യമായിട്ട് എടുക്കാറില്ല. തന്നെയല്ല, പട്ടാളത്തിൻ്റെ സ്വാധീനവും 370 വകുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് കാശ്മീർ എന്ന് പറയുന്നത് പ്രത്യേക രാഷ്ട്രം എന്നുള്ളൊരു പദവിയിലേക്ക് ചിന്തിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ അന്ന് കാര്യമായിട്ട് ഇത് ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോൾ വന്നു പോലീസ് ഇവിടെ എന്തുകൊണ്ട്? പഹൽഗാം സംഭവത്തിന് ശേഷം ഇതുപോലെയുള്ള കേസുകളെല്ലാം പൊടി തട്ടിയെടുക്കുകയാണ്.
പണ്ട് ചെയ്ത പാപങ്ങളും കുറ്റങ്ങളും എല്ലാം തെരഞ്ഞു പിടിച്ച് എടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഏത് കുറ്റകൃത്യവും അപ്പോൾ തന്നെ അന്വേഷിക്കുക. ഇത് അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായുടെ നിർദ്ദേശമാണ്. അതനുസരിച്ച് അവരിവിടെ വന്നു. ഈ അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകനാണ്, അദ്ദേഹത്തെ മാതൃകാ അധ്യാപകനാകേണ്ട ആൾ, അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് ഇതേ കാമവികാരത്തോടു കൂടി ആയിരിക്കുമല്ലോ അദ്ദേഹം നോക്കുന്നതും പെരുമാറുന്നതും. നീചമായ കൃത്യം ചെയ്യാൻ ഒരു ഒളി ഇടം അവിടെ കിട്ടിയെന്ന് മാത്രമാണ് സംഭവിച്ചത്. ആ കുട്ടിയെ ഇങ്ങനെ ക്രൂരമായി ചെയ്യുമ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സ് ഭീകരന്മാരുടെ മനസ്സിനേക്കാൾ മലിനമാണ് എന്നേ പറയാൻ പറ്റും നമുക്ക്. അത്ര മലീമസമായ മനസ്സും കൊണ്ട് നടക്കുന്ന ധാരാളം പേരുണ്ട്. അവരുടെ വൈകൃതമായ ഈ വികാരങ്ങളെ അടിച്ചമർത്താൻ ശേഷിയില്ലാത്ത, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി പോയവരെ പോലെ തന്നെ ലൈംഗിക ലഹരിക്കും അടിമയായിട്ടുള്ള പ്രകൃതി വിരുദ്ധന്മാർ ധാരാളമായിട്ട് ഈ നാട്ടിലുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോദന അവർക്ക് വരാൻ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഹോർമോണൽ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ മനഃശാസ്ത്രജ്ഞരും ശരീരശാസ്ത്രജ്ഞരും ഫിസിയോളജിസ്റ്റുകളും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത, ഗൾഫ് നാടുകളിലെ തീരുമാനമനുസരിച്ചാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ട കുറ്റകൃത്യമാണ് ചെയ്തത്. ജീവിച്ചിരിക്കാൻ പിന്നെ ആർക്കുന്നില്ല. കാരണം അവൻ വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വശംവദനാകുന്ന ഒരു സൈക്കോഫൈൽ ആയിരിക്കാനുണ്ട്. മനുഷ്യകുലത്തിന് തന്നെ അവൻ്റെ നിലനിൽപ്പ് ഭീഷണിയാകുമ്പോൾ അവനെ ഗളച്ഛേദം ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ ക്രിമിനൽ ലോസ് ഇങ്ങനെയുള്ള വ്യക്തികളെ ശിക്ഷിക്കുകയല്ല, കുറ്റങ്ങളെ ശിക്ഷിക്കുകയാണ്. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ആണ് നമ്മുടെ ഒരു തത്വശാസ്ത്രം. ഇതിൽ മറ്റൊരു കാര്യം, ഈ ഇന്ത്യയിൽ എവിടെ എന്ത് പ്രശ്നം നടന്നാലും അവസാനം അതിൻ്റെ പ്രതികളായി പിടിക്കപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവരാണ്, അല്ലേ? ആ രീതിയിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഏറ്റവും അവസാനം പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ അതിനെ അനുകൂലിക്കുന്ന ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്ന് അറസ്റ്റിലായിരിക്കുന്നത് ഒരു മലയാളിയാണ്. ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമുക്ക് അപമാനം വരുത്തി വെക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ആ കാശ്മീരിന് ഒരു പ്രത്യേകതയുണ്ട്. കാശ്മീർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പാവങ്ങൾ വെച്ചു പൊറിപ്പിക്കുന്ന സ്ഥലമല്ല. വെച്ചു പൊറിപ്പിക്കാത്തവർ, കാശ്മീരിയത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പാപങ്ങൾ വെച്ചു പൊറിപ്പിക്കാത്ത ഒരു സ്ഥിതിയാണ്. അത് ഈ 370 വകുപ്പ് എടുത്ത് കളയുന്നതിന് മുമ്പ് തന്നെ അതിനോട് തീരെ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ജനതയാണ് അവിടുത്തത്. അത് നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ സഹോദരന്മാർ, അത് കൽഹണൻ്റെ സ്ഥലമാണ്, കശ്യപൻ്റെ സ്ഥലമാണ്, ഹർഷവർദ്ധനൻ്റെ സ്ഥലമാണ്. അന്ന് ആ രാജഭരണകാലത്ത് ഏതെങ്കിലും ഒരു ചരിത്രകാരന്, നമ്മുടെ രാജഭരണത്തെ വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ടുള്ളതായിട്ട് ഒരുപക്ഷെ മുഗൾ സാമ്രാജ്യകാലത്തുണ്ടായിരിക്കും. അല്ലാതെ വന്നിട്ടുണ്ടോ? ചരിത്രത്തിൽ നിന്ന് ഒരേടെങ്കിലും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ല. കാരണം അത്രമാത്രം. അതാണ് നമ്മുടെ രാമക്ഷേത്രം എന്ന് പറയുന്നത്. രാമക്ഷേത്രം എന്ന് പറയുന്നത് ഭാർഗവക്ഷേത്രം കേരളമാണെങ്കിൽ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഉത്തമ മര്യാദകളുള്ള ഉത്തമ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ വസിച്ചിരുന്ന സ്ഥലമാണ്. അവിടെ ഈ കൽമഷ പ്രവർത്തികൾ തീർച്ചയായിട്ടും കണ്ടെത്തിയത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. ജമ്മു കാശ്മീർ പോലീസ് തന്നെയാണ് ഈ അന്വേഷണം നടത്തുന്നത്. തീർച്ചയായിട്ടും ആ കുറ്റവാളികളെ വേണ്ട വിധത്തിൽ തന്നെ, യാതൊരു അഴിമതിയുമില്ലാത്ത വിധം, ഏറെക്കുറെ സത്യസന്ധരുമാണ് കാശ്മീരിലെ ജനങ്ങൾ. അവരെ പറഞ്ഞു പറ്റിച്ച് ഉള്ള കള്ളങ്ങൾ മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. ഇനി അഷ്റഫ് എന്ന് പറയുന്ന ആളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി അങ്ങനെ വരാം. അത് തീർച്ചയായിട്ടും അത് മുസ്ലിം ആ സമുദായത്തിന് തന്നെ, ആ ഇസ്ലാം മതത്തിന് തന്നെ അപമാനമാണ്. തങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറയും. ഇത്ര മതശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടും ഇത് തന്നെ വീണ്ടും ചെയ്യുന്നത് പഠിപ്പിക്കുന്നവർ തന്നെ, മതശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നവർ തന്നെ ഇത് ചെയ്യുന്ന ഒരു പ്രവണത ഒന്നല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഒരുപാടായിട്ടുണ്ടാകുന്നതിനെക്കുറിച്ച് ആ മതത്തിലെ ബഹുമാന്യരായിട്ടുള്ള പണ്ഡിതർ, മൗലവികൾ തന്നെയാണ് ഉറക്ക ചിന്തിക്കേണ്ടതും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും. പൊതുസമൂഹം തീർച്ചയായിട്ടും നിയമ നടപടികൾ എടുക്കും. അതിനപ്പുറമുള്ള ഒരു പരിഷ്കരണം, ഒരു മാറ്റം ഉള്ളിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട് എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.